ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന തിരക്കാട്ടോ. അതെ അതെ ആ അപ്പോൾ ഫോണിൽ സംസാരിക്കുകയാണ്. അതെ അതെ ആ കുട്ടീനെ ചികിത്സിക്കാൻ പൈസ ഇല്ലെങ്കിൽ എൻ്റെ പേരിൽ ചികിത്സിച്ചോളൂ എന്നിങ്ങനെ പറയുകയാണ്. അതെ അതെ എത്ര ചികിത്സ മുടങ്ങരുത് പണമില്ലാത്തതിൻ്റെ പേരിൽ. ഓക്കെ ഞാൻ ഇപ്പോൾ എത്തും, ഒരു 10 മിനിറ്റ് ഇപ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ എന്താണ് കാർ എടുക്കാൻ പോകുമ്പോഴേക്കും കാർ സ്റ്റാർട്ടാവുന്നില്ല കേട്ടോ. ഇതെന്താ സ്റ്റാർട്ടാവാത്തത് എന്ന് പറഞ്ഞിട്ട് ഇഷിത പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാറൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇഷിതയുടെ കാറ് പതുക്കെ കൈ വെക്കാൻ പോകുമ്പോഴേക്കും മഹേഷിൻ്റെ അടുത്ത് പറയേണ്ട, അതെ ഇതെൻ്റെ കാറാണ്, നിങ്ങൾ കൈവെക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ 100 എൻ്റെ വീട്ടിൽ തള്ളി കയറിയെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയാം കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും ഇഷിതക്ക് ചിരി വരുന്നുണ്ട്. അതിനുശേഷം ഇഷിത അടുത്ത് പറയുന്നുണ്ട്, അതെ അണ്ണാനെ മരങ്കേറ്റം പഠിപ്പിക്കേണ്ട, പഠിപ്പിക്കാൻ വേണ്ടി വരുവും വേണ്ട നിങ്ങൾ കേട്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ഓക്കെ അണ്ണാനെ മരങ്കേറ്റം പഠിപ്പിക്കുന്നില്ല, പക്ഷേ ഓന്ത് നിറം മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നിങ്ങനെ പറയുമ്പോൾ ഇഷിതക്ക് ചിരി വരാട്ടോ. ഇഷിതടുത്ത് പറയേണ്ടത്, അതെ എനിക്ക് ഈ പണിയൊക്കെ ചെറുതായിട്ടൊക്കെ അറിയാം, ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുമ്പോഴേക്കും ആ ഹെൽപ്പ് വേണം എന്ന് ഇഷിത പറയാണ്. ഓ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, മര്യാദയ്ക്ക് ഇങ്ങനെ പറയാം, ഹെൽപ്പ് വേണം എന്നിങ്ങനെ പറയാൻ പറയും. ശരി ഹെൽപ്പ് വേണം എന്നിങ്ങനെ പറയും. ഓക്കെ എന്ന് ഞാൻ നോക്കിക്കോളാം, അങ്ങോട്ട് നീങ്ങി നിൽക്കാൻ വേണ്ടി പറയണം. അങ്ങനെ മഹേഷ് വണ്ടി തുറന്നിട്ട് ഇങ്ങനെ നോക്കുവാട്ടോ. നോക്കുന്ന സമയത്ത് മഹേഷിൻ്റെ കയ്യിലൊക്കെ അഴുക്കൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷം വണ്ടി ശരിയാക്കുന്നുണ്ട്. ശരി ഇനി താഴ്ന്ന് പോയി സ്റ്റാർട്ട് ചെയ്തേ എന്ന് ഇഷിത അടുത്ത് പറയാണ്. ഇഷിത സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും സ്റ്റാർട്ട് ആവുന്നുണ്ട് കേട്ടോ. ഇഷിത ഒരു തുണി എടുക്കാൻ വേണ്ടി വണ്ടിയിനുള്ളിൽ ഒരു തുണി എടുത്തിട്ട്, അതായത് മഹേഷിൻ്റെ കൈയൊക്കെ തുടക്കാൻ വേണ്ടി തുണി എടുത്തിട്ട് തിരിയുമ്പോഴേക്കും മഹേഷിനെ അവിടെ കാണുന്നില്ല കേട്ടോ. മഹേഷ് അകത്തേക്ക് കയറി പോയിട്ടുണ്ടാവും. ആ സമയത്താണ് നമ്മുടെ ഈശ്വർ ഇഷിതയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ആ ഹലോ ചേട്ടാ എന്ന് പറയുമ്പോഴേക്കും, അതെ ഇഷിത ഞാൻ തൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചിരുന്നു, താൻ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ കണ്ടില്ല ചേട്ടാ, എന്താ കാര്യം? അതെ ആ വിവേക് പണി പറ്റിച്ചു എന്ന് പറയാണ്. എന്താ എന്താ ചേട്ടാ കാര്യം ചോദിക്കുമ്പോഴേക്കും, ഞാൻ നമ്മുടെ സുജീനെ കൂട്ടിയിട്ട് ഒരു സൈബർ സെല്ല് വരെ പോകാൻ പോവാണ്. സുജിത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റോട്ടിൽ. ഞാൻ ഇപ്പോൾ തന്നെ അവളെ കൂട്ടി പിക്ക് ചെയ്തിട്ട് സൈബർ സെല്ലിലേക്ക് പോകും. താൻ സമയം കിട്ടുമ്പോൾ ഒന്ന് സുജിത്രനെ വന്ന് കാണണമെന്ന് പറയുകയാണ്. ശരിയായിട്ടാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈശ്വരനെ കാത്തിട്ട് സുചിത്ര വഴിയരികിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കോട്ടെ. ആ സമയത്ത് 2 പയ്യന്മാർ ബൈക്കിൽ പോകായിരിക്കും. എടാ ഇത് ആ പെണ്ണല്ലേ, എടാ വീഡിയോ കണ്ട പെണ്ണ്, അതേടാ അടിപൊളി തന്നെ എന്നൊക്കെ ആ ചെക്കന്മാരിങ്ങനെ പറയാം. വാ നമുക്ക് പോകാം എന്നിട്ട് ആ ചെക്കന്മാർ പോകുന്നുണ്ട്. നമ്മുടെ സുചിത്രക്കാണെങ്കിൽ ആകെ വിഷമമാണ്. സുചിത്ര തലയും കുമ്പിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അതിനുശേഷം വേറെ 2 പയ്യന്മാർ വരുന്നുണ്ട്. ആ പയ്യന്മാർ വരുമ്പോഴേക്കും, എടാ ദേടാ മറ്റേ പെണ്ണ് ഇന്നലെ വീഡിയോ കണ്ടില്ലേ, കാണാനും അങ്ങനെ തന്നെ സൂപ്പറാ, നമുക്കൊന്ന് പോയി മുട്ടാടാ വാടാന്ന് പറയാണ്. അതിൻ്റെ സുചിത്ര അടുത്ത് പറയുന്നുണ്ട്, മോളെ ഈ വീഡിയോ കണ്ടിരുന്നു, സൂപ്പറാണ് കേട്ടോ, ഞങ്ങളെ ഒരു ഫിലിം എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, നീയാ നായിക, മറ്റേ ഫിലിമാ എന്നൊക്കെ പറയുമ്പോൾ സുചിത്ര പൊട്ടിക്കരയാട്ടോ. എന്തിനാ മോളെ നീ പൊട്ടിക്കേണ്ടത്, നീ ഞങ്ങളുടെ കൂടെ വാ മോളെ എന്നൊക്കെ എന്നെ പറയുമ്പോഴേക്കും സുചിത്ര ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് ഈശ്വര എത്തുന്നുണ്ട് കേട്ടോ. ഈശ്വര വണ്ടി നിർത്തിട്ട്, എന്താ ഇവിടെ പോടാ എന്നൊക്കെ പറയുമ്പോൾ, ഓ നിൻ്റെ സ്വന്തം ആളായിരിക്കും ഇതല്ലേ എല്ലേടി എന്ന് പറയുമ്പോഴേക്കും, എടാ പോടാന്ന് പറയാണ്. ചേട്ടാ വേണ്ട ചേട്ടാ എന്ന് സുചിത്ര പറയുന്നുണ്ട്. ഓ ചേട്ടാന്നൊക്കെയാണല്ലോ വിളിക്കണത്, നിൻ്റെ സ്വന്തം ദിവസപ്പറ്റാണോ ഇവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനാണെന്ന് പോലും നോക്കേണ്ട, അവർ വേണ്ടാത്ത രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈശ്വരം അവരുടെ ഭയങ്കര വഴക്കും മടിയൊക്കെ ഉണ്ടാവുക കേട്ടോ. ചേട്ടാ വേണ്ട ചേട്ടാ മതി ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് സുചിത്രയും പറയുന്നുണ്ട്. അതിനുശേഷം ആ പയ്യന്മാർ അവിടെ നിന്ന് പോകുവാണ്. സുചിത്ര അടുത്ത് ഈശ്വര പറയുന്നത്, നീ വിഷമിക്കൊന്നും വേണ്ട മോളെ, ചില നരമ്പുരോഗികൾ ഇങ്ങനെയാണ്, നീ വണ്ടി കയറി എത്രയും പെട്ടെന്ന് സൈബർ സെല്ലിൽ എത്തണം, ആ വീഡിയോ റിമൂവ് ആക്കാനുള്ള കാര്യങ്ങൾ നോക്കണം, പിന്നെ അവനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കണം, ആ വിവേകിനെതിരെ, നീ വണ്ടി കയറുന്നു പറയാണ്. സുചിത്ര കരഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. അതിന് ശേഷമാണ് കാണിക്കുന്നത് ഇഷിതേനെയാണ്. ഇഷിത ആ വീഡിയോ കണ്ടിട്ട് ആകെ ദേഷ്യം വന്നിട്ട് നിൽക്കുക കേട്ടോ. അതേസമയം നമ്മുടെ മഹേഷിൻ്റെ അടുത്ത് വക്കീൽ പറയുന്നുണ്ട്, ഇനി കോടതി കൂടാൻ വെറും 3 ദിവസം മാത്രമേ ഉള്ളൂ. അതെ 3 ദിവസമുള്ളൂ, 3 ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് നടത്തിയേ പറ്റൂ. നമ്മുടെ ചിപ്പി രചനയുടെ കയ്യിൽ സേഫ് അല്ലെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും തെളിവ് നമുക്ക് വേണം, അതിന് പറ്റിയ ആരെങ്കിലും ഉണ്ടോ മഹേഷിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ, അവിടെ ആകാശ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ അവരുടെ അവർ ചിലപ്പോൾ പറയുമായിരിക്കും, പക്ഷേ അവർ തിന്ന ചോറിനെ നന്ദി കാണിക്കാതിരിക്കില്ലല്ലോ, അതുകൊണ്ടൊന്നും ചെയ്യില്ല. പിന്നെ ഒരാളുണ്ട് ഇഷിത. ഓ ഡോക്ടർ ഇഷിതയുടെ കാര്യമാണോ പറയണത്? അതെ ഡോക്ടർ ഇഷിത എന്താണ് ഇത് മൊഴി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് വക്കീൽ പറയാണ്. കാരണം ഡോക്ടറും കൂടി ആയതുകൊണ്ട്, പീഡിയാട്രീഷ്യനും കൂടി ആയതുകൊണ്ട് അവരുടെ വാക്കിന് നല്ല വാല്യൂ ഉണ്ടാകും. അവർ പറയാണ് രചനയുടെ വീട്ടിൽ ചിപ്പി സേഫ് അല്ലെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിപ്പിനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയാണ്. ശരി ഞാൻ സംസാരിച്ച് നോക്കാം എന്ന് മഹേഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഇഷിത അവിടേക്ക് തള്ളി കയറി വരുക കേട്ടോ. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന പൂച്ചട്ടിയൊക്കെ എടുത്ത് നിലത്തേക്ക് എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. മഹേഷ് ചോദിക്കേണ്ടത്, ഇതെന്താ നീ കാണിക്കണേന്ന് ചോദിക്കുമ്പോൾ, തന്നെ കാണിക്കലോടെ തന്നെ നിങ്ങളെയൊക്കെ ഞാൻ വെച്ചേക്കില്ല നോക്കിക്കോ എന്ന് പറയാണ്. വിവേക് നിങ്ങളുടെ ആരാടോ എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നവല്ലി പറയുന്നുണ്ട്, വിവേക് എൻ്റെ മോനാണ്, മഹേഷിൻ്റെ അനിയൻ. മഹേഷിൻ്റെ അനിയൻ, അവൻ ചെയ്ത വൃത്തികേട് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ, അവൻ എന്ത് ചെയ്തു എന്നാണ് പറയണത് എന്ന് ചോദിക്കുമ്പോൾ, എടോ തൻ്റെ ഫോണിലേക്ക് എൻ്റെ ഒരു വീഡിയോ അയച്ചിട്ട് കണ്ടു നോക്കടോ എന്ന് ഇഷിത പറയുകയാണ്. അങ്ങനെ മഹേഷ് പതുക്കെ കുറച്ചും കൂടി നീങ്ങുന്നിട്ട് ആ വീഡിയോ പ്ലേ ചെയ്യാട്ടോ. അത് വൃത്തികെട്ടൊരു വീഡിയോ ആണ് നമ്മുടെ സുചിത്രയുടെ വിവേകിൻ്റെ. ആ വീഡിയോ കാണുമ്പോൾ മഹേഷ് ആകെ ഞെട്ടിപ്പോകുവാണ്.
ഇഷിത പറയണ്ട്, കണ്ടില്ലേ വീഡിയോ കണ്ടില്ലേ, അവൻ ആ വിവേക് സുചിത്ര ബ്രേക്കപ്പ് പറഞ്ഞതിന് അവൻ ചെയ്ത പണിയാണ്, കൃത്യമായിട്ട് ഉണ്ടാക്കിയിരിക്കണ വീഡിയോ, അത് റിയൽ വീഡിയോ അല്ല, അവന് കൃത്യമായിട്ട് ഉണ്ടാക്കിയിരിക്കണ വീഡിയോ. എന്തിനാണോ ഇങ്ങനത്തെ അനിയന്മാരെ വെച്ചുകൊണ്ടിരിക്കണതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സ്വപ്നവലി, എൻ്റെ ദൈവമേ ഇവൻ എന്തി കാണിച്ചതെന്ന് പറയുമ്പോഴേക്കും, അതെ അവൻ കാണിച്ചതൊക്കെ ഇനി കാണാൻ പോണതേ ഉള്ളൂ, ഇഷിത ആരാണെന്ന് അവൻ അറിയും, എൻ്റെ പെങ്ങളെ അവൻ തൊട്ടിരിക്കണത് എന്ന് പറയാണ്. നാണമില്ലാത്ത ജന്തു എന്നൊക്കെ ഇഷിത പറയുന്നുണ്ട്. അതിന് ഇഷിത പറയുന്നുണ്ട്, ഞാനേ ചിപ്പി ഉണ്ടല്ലോ, അവൾ രചനയുടെ കാല് പിടിച്ചത് ചിപ്പിക്ക് വേണ്ടിയിട്ട് കോടതിയിൽ പറയണം, അവർക്ക് വേണ്ടിയിട്ട് മൊഴി കൊടുക്കണമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന്. കാരണം എന്താണെന്ന് അറിയാടോ, തനിക്ക് വേണ്ടിയിട്ട് മൊഴി പറയാൻ നിൽക്കുമായിരുന്നോട്ടോ ഞാൻ. എങ്ങനെയെങ്കിലും ചിപ്പി തൻ്റെ വീട്ടിലേക്ക് സ്വന്തം വരാൻ വേണ്ടി ഞാൻ ചെയ്യുമായിരുന്നു, ഞാൻ മൊഴി പറയാൻ വേണ്ടി നിൽക്കുമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇനി ഒരിക്കലും ഞാനത് ചെയ്യില്ല. ചിപ്പി ഒരിക്കലും ഇവിടെ വരണ്ട, ഇത്രയും വൃത്തികെട്ട കുടുംബത്തിലേക്ക് ചിപ്പി വരണത് നല്ലതല്ല, ഞാൻ ഒരിക്കലും ചിപ്പിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സമ്മതിക്കില്ല, നോക്കിക്കോ ഞാൻ രചനയ്ക്ക് വേണ്ടി മൊഴി കൊടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത അവിടെ നിന്ന് പോകുക കേട്ടോ. ഇഷിത പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മഹേഷിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. എല്ലാം നശിപ്പിച്ചു അവൻ, വെച്ചിട്ടുണ്ട് ഞാൻ അവന് എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ആകെ ദേഷ്യത്തിലിങ്ങനെ നിൽക്കുക കേട്ടോ. അതിന് ശേഷം കാണിക്കണത് നമ്മുടെ ആകാശിനെയും അതുപോലെ തന്നെ രചനേനെയും മൃണാളിനെയാണ്. മൃണാളിനി പറയുന്നുണ്ട്, അതെ എന്താണ് 2 ഗുഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസോ, അതെന്തൊക്കെയാണെന്ന് പറയുമ്പോഴേക്കും, ഒന്ന് ശോഭി ജയിലിൽ നിന്ന് പരോളിന് ഇറങ്ങാൻ പോവാ, അശ്വതി നായരുടെ കൊലക്കേസ് ഒന്നും കൂടി റീഓപ്പൺ ചെയ്യാൻ വേണ്ടി അവൻ കോടതിയെ സമീപിക്കും. അത് ഗുഡ് ന്യൂസ് അല്ലല്ലോ, ബാഡ് ന്യൂസ് അല്ലേ? അതെ, പക്ഷേ ഗുഡ് ന്യൂസ് ആവാൻ പോണത് എപ്പോഴാണെന്നറിയാവോ? രണ്ടാമത്തെ ന്യൂസ് കേൾക്കുമ്പോഴാണ്. അതെന്താ രണ്ടാമത്തെ ഗുഡ് ന്യൂസ്? വിനോദ് മാളിയേക്കൽ എത്താൻ പോകുന്നു. അത് ഗുഡ് ന്യൂസ് ആണല്ലോ. അതെ, വിനോദ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശോഭയുടെ കാര്യം നമുക്ക് ആലോചിക്കേ വേണ്ട. ഇപ്പോൾ വിനോദ് ഇവിടെ എത്തും, നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. അതെ, 6 വർഷമായി കണ്ടിട്ട് എന്ന് നമ്മുടെ ആകാശം പറയുകയാണ്. ആ സമയത്ത് അവിടേക്ക് വിനോദ് വരുക കേട്ടോ. ഹലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ കൈകൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രചന വരുമ്പോഴേക്കും, രചന ദേ ഇതാണ് വിനോദ് കേട്ടോ, വിനോദ് മാളിയേക്കൽ. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് ആകാശ് തട്ടിക്കൊണ്ടുവന്ന രചനയല്ലേ? തട്ടിക്കൊണ്ടുവന്നതല്ല, ഞാൻ സ്വയമായിട്ട് വന്നതാണെന്ന് രചന പറയാണ്. ആകാശിന് ഞാൻ ജ്യൂസ് എന്തെങ്കിലും എടുക്കട്ടെ? ആകാശിൻ്റെ മൃണാളിക്ക് വിനോദിനേക്ക് ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ജ്യൂസ് എടുക്കാൻ വേണ്ടി രചന അകത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ആകാശ് പറയുന്നുണ്ട്, ആ ശോഭി പരോളിന് ഇറങ്ങാൻ പോവുക, ആ കേസ് റീഓപ്പൺ ചെയ്യാൻ വേണ്ടി അവൻ കോടതിനെ സമീപിക്കാൻ പോകാമെന്നാണ് കേട്ടത്. അവൻ്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട, അവനെ നമുക്ക് ഒതുക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തന്നെ വിനോദിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരിക. ശരി ശരി ഞാൻ ഇപ്പോൾ എത്താമെന്ന് പറയുന്നുണ്ട്. വിനോദ് പറയുന്നുണ്ട്, എടാ ഞാൻ പിന്നെ വരാട്ടോ, അപ്പം നമുക്ക് ശരിക്കും വിശദമായിട്ട് കൂടാം എന്ന് പറഞ്ഞിട്ട് വിനോദ് അവിടെ നിന്ന് പോകുക കേട്ടോ. വിനോദ് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ എന്താണ് സുചിത്രേനെയാണ്. സുചിത്രയാണെങ്കിൽ വീട്ടിലാകെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സുചിത്ര കരയുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ കരയണത്? ഇതുപോലത്തുള്ള നാട്ടിൽ ഒരുപാട് പെണ്ണുങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്. പ്രണയം നിന്ന് കഴിയുമ്പോഴേക്കും ആണുങ്ങൾ ഇതുപോലത്തെ നരമ്പ് രോഗികൾ ഇതുപോലത്തെ പല കാര്യങ്ങളും ചെയ്യും. അവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കേണ്ടത്. നീ നല്ല സ്ട്രോങ് പെണ്ണാണല്ലോ, പിന്നെ നീ എന്താ ഇങ്ങനെ വിഷമിക്കണത് എന്ന് പറയുമ്പോൾ തന്നെ വിനോദ് കോൾ വിളിക്കുക കേട്ടോ. ഇഷിത പറയേണ്ട, ആരാ വിളിക്കണത്? വിനോദ്. നീ ഫോൺ എടുക്കുക, ചിലപ്പോൾ അവനോട് സംസാരിച്ചാൽ നിനക്ക് മനസ്സിന് ഒരു ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇഷിത അപ്പുറത്തേക്ക് പോകുകയാണ്. ആ സമയത്ത് വിനോദിൻ്റെ കോൾ എടുക്കുകയാണ് നമ്മുടെ സുചിത്ര. ഹലോ എന്ന് പറയുമ്പോഴേക്കും, താനിങ്ങനെ വിഷമിക്കലോ, വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു, ഇതൊക്കെ നരമ്പ് രോഗികളുടെ സ്വയം അടവാണെന്നേ എന്ന് വിനോദ് പറയുവാട്ടോ. തന്നെ പോലത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പെണ്ണ് ഇതിലൊക്കെ തളർന്നു വീണാലോ? താൻ മാറ്റുവിൻ ചട്ടങ്ങളെന്ന് പറഞ്ഞ് നമ്മുടെ കോളേജിൽ ഭയങ്കര പ്രസംഗിച്ച ആളല്ലേ, താൻ ഇങ്ങനെ തളരാവോ? തൻ്റെ കൂടെ ഞാനുണ്ടോ, അതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ലെന്ന്. ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, ഇതൊന്നോർത്ത് താൻ വിഷമിക്കേണ്ട. തൻ്റെ കൂടെ ഞാനില്ലേടോ, അവനോട് പോയി പണി നോക്കാൻ പറ, ആ വിവേകിനോട് എന്നിങ്ങനെ പറയുവാട്ടോ. അപ്പോഴാണ് നമ്മുടെ സുചിത്രയ്ക്ക് സമാധാനമാണ്. താനെന്നാ വെച്ചോ, ഞാൻ തന്നെ ഉടനെ തന്നെ വന്ന് കാണാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിനോദ് ഫോൺ വെക്കുവാണ്. ശേഷം ഇഷിത വരുന്നുണ്ട്. എന്തു പറഞ്ഞു വിനോദ്? സമാധാനിപ്പിച്ചു അല്ലേ? ഇങ്ങനത്തെ ആൾക്കാരെയാണ് സുചിത്ര കൂടെ നിർത്തേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു അവസരത്തിൽ നിന്നെ അവൻ തള്ളി പറഞ്ഞില്ലല്ലോ, അതെന്നെ വലിയ കാര്യം. നീ കിടക്ക് എന്ന് പറഞ്ഞിട്ട് സുചിത്രനെ കിടത്തുവാണ്. പക്ഷേ സുചിത്ര ഉറങ്ങാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ഇഷിത സുചിത്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ലടി എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.